കോളേജിൽ പഠിക്കുമ്പം എൻ്റെ ഫേവറേറ്റ് ചിക്കൻ പപ്സിന് 20 രൂപയായിരുന്നു വില. ഇന്നും ആ ബേക്കറിയിലെ ചിക്കൻ പപ്സിന് അതേ ടേസ്റ്റാണ്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ഹായ്, ദിസ് ഈസ് അഖിൽ ഫ്രം എൻട്രിഫിൻ അക്കാദമി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അന്ന് 20 രൂപയ്ക്ക് കിട്ടിയിരുന്ന ആ ചിക്കൻ പപ്സിന് ഇന്ന് 32 രൂപയാണ്. അന്നത്തെ 12 രൂപയുടെ ലൈം ജ്യൂസിനാകട്ടെ ഇന്ന് 20 രൂപ കൊടുക്കണം. ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് ഇങ്ങനെ വില കൂടാൻ കാരണം എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കാലത്തിനനുസരിച്ച് സാധനങ്ങൾക്ക് വില കൂടാനുള്ള ആ കാരണം ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പണപ്പെരുപ്പമാണ്. ഭക്ഷണം, വീട്, ഡ്രസ്സ് തുടങ്ങി നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന സാധനങ്ങളുടെയും സർവീസുകളുടെയും വില കൂടുന്ന റേറ്റിനെയാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ ചിക്കൻ പപ്സിന്റെയും ലൈം ജ്യൂസിന്റെയും വില കൂടാൻ കാരണവും ഇതേ ഇൻഫ്ലേഷൻ തന്നെയാണ്. ഇനി ഇൻഫ്ലേഷൻ പണത്തിന്റെ പർച്ചേസിംഗ് പവറിനെ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. 29 രൂപയുടെ റീചാർജ് ചെയ്താൽ ഇന്ന് 2 GB മൊബൈൽ ഡാറ്റ കിട്ടും. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞാൽ അതേ 29 രൂപയ്ക്ക് 1 GB മൊബൈൽ ഡാറ്റയെ കിട്ടുള്ളൂ. ഇവിടെ ഇൻഫ്ലേഷൻ പണത്തിന്റെ പർച്ചേസിംഗ് പവർ കുറയുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ബാങ്കിലെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റിൽ പണം ഇൻവെസ്റ്റ് ചെയ്യാറില്ലേ? എത്ര വർഷത്തേക്കാണോ FD ഇടുന്നത് അത്രയും വർഷം ഒരു ഫിക്സ്ഡ് ആയ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. എന്നാൽ ഈ പീരീഡിൽ ഇൻഫ്ലേഷൻ റേറ്റ് കൂടുതലാണെങ്കിൽ അത് FDയിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ശരിക്കുമുള്ള റിട്ടേൺസിനെ മോശമായി ബാധിച്ചേക്കാം. അതെങ്ങനെയെന്നല്ലേ? നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നിങ്ങൾ 6% ഇൻട്രസ്റ്റ് കിട്ടുന്ന ഒരു ബാങ്ക് FD തുടങ്ങുന്നു എന്ന് അസ്യൂം ചെയ്യുക. ആ പീരീഡിലെ ഇൻഫ്ലേഷൻ റേറ്റ് 4% ആയിരുന്നു എന്നും വിചാരിക്കുക. ശരിക്കുമുള്ള റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റിൽ നിന്നും ഇൻഫ്ലേഷൻ റേറ്റ് മൈനസ് ചെയ്താൽ മതി. ഇവിടെ 6%ൽ നിന്നും 4% മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ശരിക്കുമുള്ള റിട്ടേൺസ് വെറും 2%. ഇന്ന് വരെ ഇതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടാവില്ല അല്ലേ? ഇൻഫ്ലേഷനെ ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം. ഇൻഫ്ലേഷൻ റേറ്റിനേക്കാൾ കൂടുതൽ റിട്ടേൺസ് തരുന്ന ഒരു അസറ്റ് ക്ലാസ്സിൽ പണം ഇൻവെസ്റ്റ് ചെയ്യാം. ഏതാണ് അസറ്റ് ക്ലാസ്? ഇൻഫ്ലേഷനെതിരെ ഇക്വിറ്റി, ഗോൾഡ്, ഡെപ്റ്റ് എന്നീ അസറ്റ് ക്ലാസുകൾ കഴിഞ്ഞ 20 വർഷം നൽകിയ റിട്ടേൺസ് ആണ് ഈ കാണുന്നത്. 2021 ജൂൺ 30 വരെയുള്ള ഇൻഫോർമേഷൻ ആണിത്. ഇൻഫ്ലേഷൻ 6.22% ആയിരുന്ന ഈ പീരീഡിൽ ഗോൾഡ് 7.25% റിട്ടേൺസും ഡെപ്റ്റ് 12.72% റിട്ടേൺസും നൽകി. എന്നാൽ ഏറ്റവും കൂടുതൽ റിട്ടേൺസുമായി ഈ ടേബിളിൽ ടോപ്പിൽ നിൽക്കുന്നത് 14.53% റിട്ടേൺസ് നൽകിയ ഇക്വിറ്റി അഥവാ സ്റ്റോക്ക് മാർക്കറ്റ് ആണ്. ഇനി മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് പോകാം. കഴിഞ്ഞ 25 വർഷം ഇൻഫ്ലേഷനെതിരെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ നൽകിയ റിട്ടേൺസ് എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. ഈ പീരീഡിലെ ഇൻഫ്ലേഷൻ 5.55% ആയിരുന്നു. ഇൻഫ്ലേഷൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് FD നൽകിയ റിട്ടേൺസ് വെറും 1.63% ആയിരുന്നു. ഗോൾഡ് 4.56% രണ്ടാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ 12.42% റിട്ടേൺസ് നൽകിയ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളാണ് ഈ കാറ്റഗറിയിലെ സ്റ്റാർ പെർഫോമർ ആയി മാറിയത്. ഇനി പറയൂ, ഒരു എക്സ്പേർട്ടിന്റെ അടുത്തു നിന്നും സ്റ്റോക്ക് മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ട്സിലും ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? എങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യൂ.